നമ്മൾ ഈ പരിപാടിയിൽ വരുന്ന ആളുകളൊക്കെ അപ്പോൾ ചിലർക്ക് ചില ആളുകളോട് വ്യക്തിപരമായ വലിയ എതിർപ്പുണ്ടാവും. അപ്പോൾ അയാളെ ഇരിക്കാൻ സ്ഥലം കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ സംഗതി ഒന്നും ഉണ്ടാകാൻ പാടില്ല. അല്ല, അങ്ങനെ ഒരു അതിനു വേണ്ടി ഉണ്ടാക്കുന്നതല്ല ഈ സമ്മേളനം എന്നുള്ളത്. ചില സ്ഥലത്തു നിന്നൊക്കെ പലരും പറയുന്ന ചില അനുഭവങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് ദേഷ്യം ഉണ്ടാവും, അപ്പോൾ അവൻ വരുമ്പോൾ അവൻ എന്താക്കുക, ഇരിക്കാൻ സ്ഥലം കൊടുക്കാതിരിക്കുക. അങ്ങനെയല്ല, നമ്മൾ ദേഷ്യം ഉണ്ടാവില്ല. ഇവിടെ സമസ്തയുള്ള ജമീയത്തുൽ ഉലമയുടെ സമ്മേളനം അതിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. നിങ്ങൾ വ്യക്തിപരമായ ദേഷ്യമോ മറ്റു ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്നോ മറ്റോ അത് ഉപയോഗപ്പെടുത്തുന്നതല്ലാതെ ഇതതിനുള്ളതല്ല. ഇത് വരുന്ന എല്ലാവരെയും നമ്മൾ സ്വീകരിക്കണം. അത് ചിലപ്പോൾ നമുക്ക് ദേഷ്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഇല്ലാത്തവരായിരിക്കും, എന്തായാലും വേണ്ടില്ല, എല്ലാവരും സ്വീകരിക്കുക. എല്ലാവരോടും ഒരേ സ്വരത്തിൽ നമ്മൾ എന്താകുക, അവരോട് സംസാരിക്കുക, ഒരേ രീതിയിൽ അവരോട് പെരുമാറുക. അവനെ ഒരാളെ നിന്ദിച്ചു എന്നുള്ളത് നമ്മുടെ സദസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ നിന്നല്ല, സംഘടന മറ്റു എവിടെ നിന്നുണ്ടാവും, ക്യാമ്പിൽ നിന്നൊന്നും ഉണ്ടാവും. ക്യാമ്പിൽ പലരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇഷ്ടമില്ലാത്തവൻ വന്നിട്ടാണെങ്കിൽ അവിടെ അവൻ സൗകര്യം ചെയ്ത് കൊടുക്കാതിരിക്കുക, അതുണ്ടാവണം. ഇഷ്ടമില്ലാത്തവൻ വന്നാലാണ് ഏറ്റവും അധികം സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സമ്മേളനമാണെന്ന് മനസ്സിലാക്കി. ഇതൊരു വലിയൊരു മതസംഘടനയുടെ സമ്മേളനമാണ്. അപ്പോൾ മതം ശാസിക്കുന്ന നിലക്കുള്ള ഉന്നത സ്വഭാവങ്ങളൊക്കെ നമ്മളിലുണ്ടാവണം. ആ സ്വഭാവങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശബ്ദകോലാഹലങ്ങളില്ലാതെ ഇവിടെ ഇപ്പം തന്നെ നമ്മളവിടെ അവിടെയൊക്കെ നമ്മൾ കൊടി മക്കാമുങ്ങളിൽ വെച്ചു, ഷെയ്ഖുനാൻ്റെ അവിടെയും വെച്ചു. അപ്പോൾ അവിടെ വെച്ചതിന് ശേഷമാണ് രണ്ടാമത് ഷെയ്ഖുനാൻ്റെ അവിടെ കൊടുക്കുന്നത്. കാരണം ഷെയ്ഖുന അതായിരിക്കും ഇഷ്ടപ്പെട്ടത്. മഹാന്മാരാവുന്ന സാദാത്തുക്കളെ അവരൊക്കെ ബഹുമാനിച്ച് അവിടെ വെച്ചതിന് ശേഷമാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി കൊണ്ട് ആരെങ്കിലും ഭാഗത്തു നിന്നുണ്ടായി തീരാൻ പാടുള്ളതല്ലാന്നാണ് എല്ലാവരോടും ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്. അപ്പോൾ ആ നിലക്ക് നമ്മളൊക്കെ യോജിച്ച് സന്തോഷത്തോടു കൂടി ഇത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആ അന്തസ്സും അതിൻ്റെ ആ ഉയർച്ചയും ഒക്കെ കാണിക്കണ ഒരു വലിയൊരു സമ്മേളനമാണിത്. അഥവാ ദീനിൻ്റെ ആ അന്തസ്സ് വെളിപ്പെടുത്തപ്പെടുന്ന ഒരു വലിയ സമ്മേളനം. ഇത് വേറെ എന്തെങ്കിലും നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വലുതാവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നിലക്കുള്ള മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും ഉണ്ടാക്കിയതായ ഒരു സമ്മേളനമല്ല. ഇത് അള്ളാഹു കബൂൾ ചെയ്യണം. നാളെ ആഖിറത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഹസനാത്തിൻ്റെ രേഖയിൽ അത് രേഖപ്പെടുത്തപ്പെടണം. അതിനനുസരിച്ചുള്ള നിയ്യത്തും സഹകരണവും നല്ല സ്വഭാവങ്ങളൊക്കെ എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് ഇവിടെ കൂടിയവരോടും കൂടാത്തവരോടൊക്കെ ഉണർത്തിക്കൊണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമ്മേളനത്തിന് അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ഈ സമ്മേളനത്തിന് നല്ല നിലക്ക് അതിനെ നടത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. എല്ലാ ഷർറുകളിൽ നിന്നും എല്ലാ ആഫാത്ത് മുസീബത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ സമ്മേളനത്തിനെയും സമ്മേളനത്തിൽ വരുന്നവരെയും അതുമായി സഹകരിക്കുന്ന എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ.